ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പോഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഭയങ്കര പോഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ടോണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഡൈ ഹാർഡ് ഫാനാണ് ഗൈസ് ഇതിൻ്റെ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ് സ്കിന്നിന് അടിപൊളിയായിട്ടുള്ളൊരു ടോണറാണ്. ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് എപ്പോഴും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വരുമായിരുന്നു. പക്ഷേ ഇത് മെയിൻലി ടോണറുകളിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ടോണർ. ഇതില്ലാണ്ട് നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്യില്ല, അത്രയ്ക്ക് ഒബ്സസ്ഡ് ഓഫ് ജോയ്സൺ ഗ്ലോ സീറം വേണ്ടവർക്ക് കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു മോയ്സ്ചറൈസർ. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കുറേ ക്വാണ്ടിറ്റി ആവണ പോലെ കണ്ടില്ലേ. ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു നോൺ സ്പോൺസേഡ് സ്കിൻ കെയർ റൂട്ടിനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. എൻ്റെ ഒരു ഡെയിലി സ്കിൻ കെയർ റൂട്ടിനാണ് ഇത്. സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച് എനിക്ക് സ്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരുന്നതാണ്. എൻ്റെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ആണ് ഇത്. നമുക്കൊരു ഗ്ലാസ് സ്കിന്നിന് പറ്റിയൊരു സ്കിൻ കെയർ ആണ്. ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്ത് വരുന്നതാണ്. എനിക്ക് കിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതാണ്, ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ ഡെയിലി യൂസ് ചെയ്ത് വരുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുൾ കാണാം, എന്നാലാണ് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറച്ച് ഐറ്റംസ് ഞാനിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സും കൂടിയാണ്. ഇൻ്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സ് ആണ് ഈ സംഭവങ്ങളൊക്കെ. നമ്മൾ കുറേ റീൽസും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ റീൽസും എല്ലാം കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും വാങ്ങിച്ചത്. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. അത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. നല്ലൊരു ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എല്ലാത്തിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് വാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് ആയിട്ട് ഇപ്പോഴല്ല കേട്ടോ, ഒരു 6-7 മാസമായിട്ട് ഞാനൊരു ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേസ് വാഷാണ്. ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഞാനത് കാണിച്ചിട്ടുമുണ്ട്. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു ഫേസ് വാഷാണ്. സാലിസിലിക് ആസിഡ് ഒക്കെ വരുന്ന ഫേസ് വാഷാണ്. ഇതാണ് ഗൈസ്, ഇത് എന്താണ് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ഒരു L+LHA വരുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. എനിക്ക് ഈ ഒരു ബോട്ടിൽ 2 മാസത്തോളം നിൽക്കാറുണ്ട് കേട്ടോ. ഞാൻ രാവിലെയും വൈകിട്ടും ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ഫേസ് വാഷാണ്. എന്നാലും എങ്ങനെ പോയാലും ഒരു 2 മാസം മാക്സിമം, അല്ലെങ്കിൽ 1.5 മാസം വരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. 289 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫോമിങ് ആയിട്ടുള്ള ഫേസ് വാഷ് കൊണ്ട് യൂസ് ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ട് മറ്റേ ഡ്രൈ ആയി പോവാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. സിമ്പിളിൻ്റെ ഫേസ് വാഷും അടിപൊളിയാണ്. ഞാൻ അതാകെ 1-2 തവണയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അതിലും കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ലോണം തന്നെ പിഗ്മെൻറ്റേഷൻ കണ്ടോ. ഇപ്പോഴും ആ പിഗ്മെൻറ്റേഷൻ കുറവുണ്ട്, എന്നാലും മാറിയിട്ടില്ല. പിഗ്മെൻറ്റേഷനൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ പോകാൻ കാരണം ഞാൻ ഇനി വരുന്ന സിറം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അത് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് സിറം, ഒരു 3-4 മാസമായിട്ട് ഞാനൊരു കുറച്ച് സിറം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ സിറമൊക്കെ കാരണമാണ് എൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ മാറുന്നത്. അപ്പോൾ ഗ്ലാസ് സ്കിന്നിനും പിന്നെ അത്യാവശ്യം നല്ലോണം ഒരു ഗ്ലോയും വന്നിട്ടുണ്ട് സ്കിന്നിന്. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടണില്ല. അപ്പോൾ ഇതാണ് ഫേസ് വാഷ്. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാനപ്പം ഓരോ സ്റ്റെപ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടോണറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പോഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഭയങ്കര പോഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ടോണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിലും തന്നെ ഈ ടോണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് ഞാൻ ഡൈ ഹാർഡ് ഫാനാണ് ഗൈസ് ഇതിൻ്റെ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ്. ഇത്രയും നാള് ഞാൻ ഈ ടോണേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. ഇത് ആണെങ്കിൽ എൻ്റെ ഇപ്പോൾ തീരാറോ, ഇത് ഇത്രയും കൂടി ഉള്ളൂ ഇനി ബാക്കി. എനിക്കിത് കണ്ടിട്ട് തന്നെ വിഷമമാവുന്നു. എന്താണെന്ന് വെച്ചാൽ തീർന്നല്ലോ എന്ന് ഓർത്ത്. ഇനി ഞാൻ ഇതെന്തായാലും റീപർച്ചേസ് ചെയ്യും. ഞാൻ 3-4 പ്രാവശ്യം ഇത് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതും തീർന്ന ബോട്ടിലാണ്. 3-4 പ്രാവശ്യം റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ബോട്ടിലൊന്നും കാണില്ല, നമ്മൾ കളഞ്ഞു തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഒരെണ്ണം കണ്ടുള്ളൂ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ. റൈസ് വാട്ടറും കൂടി ഉള്ള ഒരു ടോണറാണ് കേട്ടോ. ഇത് ഗ്ലാസ് സ്കിന്നിന് അടിപൊളിയായിട്ടുള്ളൊരു
ടോണറാണ്. ഇതിനും വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത്. വളരെ അഫോർഡബിൾ ആണ്. എങ്ങനെ പോയാലും 1.5 മാസം നമുക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരുന്ന ആദ്യം ഞാൻ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് എപ്പോഴും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വരുമായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ലോണം പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലോണം വ്യത്യാസമുണ്ട്, നല്ല കുറവുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയും കൂടി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടിയൊക്കെയാണ്. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് കുറവുണ്ട്, പിഗ്മെൻറ്റേഷൻ കുറവുണ്ട്, എല്ലാം കൊണ്ടും നല്ല നല്ല ചേഞ്ചസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മൂക്കിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കുമായിരുന്നു. അതായത് സ്പ്രേ ചെയ്യുമായിരുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. മൂക്കിൽ നിന്ന് ചെറുതായിട്ട് പീലായി, ഈ സ്കിൻ പീലാവൂലേ, സ്കിൻ പീലാവണ പോലെ എനിക്ക് തോന്നി. ചെറിയ ബ്രേക്ക് ഔട്ട്സും വരാറുണ്ട്. ബ്രേക്ക് ഔട്ട്സും അല്ല, ഒരു ചെറിയ പസ് പോലെ, ഇങ്ങനെ ചെറിയ കുരു പോലെ 1-2 കുരുക്കൾ ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ ഗൈസ്. ഒരാഴ്ചയൊക്കെ ഉണ്ടായുള്ളൂ. അതിന് ശേഷം ഒരു പ്രശ്നവും എനിക്ക് വന്നിട്ടില്ല. സ്കിന്നിന് നല്ലൊരു ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി. സ്കിൻ നല്ലോണം ഹെൽത്തി ആവണം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ്. ഇത് ഞാൻ എന്തായാലും ഇനി റീപർച്ചേസ് ചെയ്യും. എനിക്ക് ഇനി ഇത്രയും കൂടി ഉണ്ട് ബാക്കി കേസ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടോണർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ടോണർ നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാൻ പറ്റുന്ന ഒരു ടോണറാണ്. ഇത് കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ മെയിൻലി ടോണറുകളിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ടോണറാണിത്. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ ആകെ ഒരേ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ടോണിമോളിയുടെ ടോണറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യത്തെ യൂസ് ചെയ്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് 500 മില്ലി ഉണ്ട്. ഇതിന് വരുന്നത് എനിക്ക് 900 സംതിങ്ങിനാണ് കിട്ടിയത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1000 സംതിങ് ആണ്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ആകെ ഒരു ടൈമിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്, നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ. ഇപ്പം എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ടാവും ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയാൽ നമുക്ക് കുരു വരുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എനിക്ക് ഇതുവരെയായിട്ടും വന്നില്ല. പിന്നെ എൻ്റെ സ്കിൻ പോലെ ആവണമെന്നില്ല നിങ്ങളുടെ സ്കിൻ, അതൊന്ന് ആലോചിച്ചേക്കാം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. സ്കിന്നിലേക്ക് അബ്സോർബ് ആവട്ടെ. പക്ഷെ എനിക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി യൂസ് ചെയ്യാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. സങ്കടമുണ്ട് ഗൈസ്. നല്ലോണം ഒന്ന് അബ്സോർബ്ഡ് ആവട്ടെ. ഇത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഒരു എസെൻസ് ആണ്. ഈ എസെൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ടോണറിനേക്കാൾ കൂടുതലും ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു എസെൻസ് ആണ് ഈ ഞാൻ പറയാൻ പോണത്. ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഞാൻ ആ സംഭവം കാണിച്ചിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത സംഭവം ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇത് അറിയാലോ, ഇത് സ്നെയിൽ മ്യൂസിനാണ്, കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. ഇത് എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഗ്ലാസ് സ്കിന്നിന് പറ്റിയതാണ്. ആദ്യമൊക്കെ ഇടാൻ നേരത്തെ ചെറിയൊരു പിമ്പിൾസ് പോലെ വരും. അത് നമ്മുടെ സ്കിന്നിനോട് സ്യൂട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരിക്കലും റീപർച്ചേസ് ചെയ്യാണ്ടിരിക്കില്ല. പിന്നെ നമ്മൾ സ്കിൻ കെയർ ഇതില്ലാണ്ട് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യില്ല. അത്രയ്ക്ക് ഒബ്സസ്ഡ് ആയി പോകും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. എൻ്റെ കാലിയായ വേറെ 2 ബോട്ടിലാണ്. ഞാനിതിപ്പം 3-4ാമത്തെ പർച്ചേസിങ് ആണ്. 1.5 വർഷമായി ഞാനിത് യൂസ് ചെയ്യുന്നു. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. തേർഡല്ലേ, ഓർക്കുന്നില്ലല്ലോ. ഇത് ഭയങ്കര സ്ലൈമി പോലെയാണ്. ഭയങ്കര നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും കേട്ടോ. ഒരു 3-4 പമ്പൊക്കെ മതിയാവും. എനിക്കിത് ഇട്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം, സ്കിൻ നല്ല ഗ്ലാസ് സ്കിൻ പോലെയാവും. പിന്നെ അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാറും. നമ്മുടെ സ്കിന്നിന് നിറം വെക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നിറമൊന്നും വെക്കില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും, പിന്നെ നമ്മുടെ സ്കിൻ തൊടുമ്പോൾ തന്നെ നല്ലൊരു ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള സിറം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം
യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഡെർമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറോ ആണ്. ഇതിൽ നിയാസിനമൈഡ് ഉണ്ട്, സ്നെയിൽ മ്യൂസിനുണ്ട്, അതൊക്കെ ഉള്ള ഒരു സിറോ ആണ്. 600 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ അത്രയും ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിലും അതേപോലെ തന്നെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആക്കും കേട്ടോ. ഇതിന് ഒരുപാട് ബ്രൈറ്റൻ ആക്കിയില്ലെങ്കിലും ഇതിന് നല്ലോണം ബ്രൈറ്റൻ ആക്കും. പിന്നെ ഹൈഡ്രേഷൻ കുറച്ച് കുറവാണ്. ഇനി അടുത്ത 4th സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സീറോ ആണ് കേട്ടോ. ഇത് ബ്യൂട്ടി ഓഫ് ജോയ്സൺ ഗ്ലോ സീറോ ആണ്. ഇതും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇത് ഞാൻ ഡെയിലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇത്രയും ഒരു ഇതിന് തന്നെ 1300 സംതിങ് ആണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഗൈസ്. ഇത് ഞാൻ ആഴ്ച 2 ദിവസമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് പറ്റില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൾട്ടർനേറ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ വിറ്റാമിൻ സി സീറോ ആണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് എന്തായാലും 1-1.5 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ ഇത് ഞാൻ 30 ml 15 ml ആക്കി പോലെ പേടിച്ചു ഗൈസ്. 15 ml അല്ല 20 ml ആണിത്. അതിന് 550 റുപ്പീസാണ്. നമുക്ക് നൈക്കയിൽ ഓഫറൊക്കെ ഉണ്ടാവും, ആ ടൈമിൽ വാങ്ങിച്ചാൽ മതി. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് പറ്റിയൊരു എന്താണ് സീറോ ആണ്. പിന്നെ ഇത് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇത് ഇട്ട് നമുക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ച പതിയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഇത് ഞാൻ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കും. പിന്നെ അതേപോലെ തന്നെ പുറത്ത് ഒച്ചയുണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. ഹൈഡ്രേറ്റ് ചെയ്യും, അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആക്കും. പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കുറയ്ക്കും. അങ്ങനെയാണ് ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് പയ്യെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ. 2 ഡ്രോപ്പൊക്കെ മതിയോ? നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസറിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് സ്നെയിൽ മ്യൂസിൻ്റെ തന്നെ കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിൻ നൈറ്റ് ക്രീമാണ്. നൈറ്റ് ക്രീം എന്നല്ല, ഡെയിലി എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഗ്ലാസ് സ്കിൻ വേണ്ടവർക്ക് കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഈ മോയ്സ്ചറൈസറിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. കുറച്ച് മതിയാവും കേട്ടോ, കുറച്ച് മതിയാവും. ഒരു കുറച്ചിടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കും കേട്ടോ. പിന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇടാറുമില്ല. ഇടാറില്ല എന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇടാറുള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കുറേ ക്വാണ്ടിറ്റി ആവണ പോലെ കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ലൊരു ഗ്ലാസ് സ്കിൻ വേണം, ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ വേണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. കണ്ണും പൂട്ടി വാങ്ങാവുന്നതാണ്. ഇതിന് കുറച്ച് പ്രൈസ് 1300 സംതിങ് ആണ്. ഇതിലും പ്രൈസ് അഫോർഡബിൾ ആയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ 2-3 വർഷമായിട്ട് ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇത് അല്ലെങ്കിൽ മറ്റു മോയ്സ്ചറൈസേഴ്സിനെ പോലെ തന്നെ എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൂടി ഉണ്ട്. അത് ഇതാണ്. ഇത് മോയ്സ്ചറൈസർ അല്ല, ഇതൊരു ബോഡി ലോഷനാണ്. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയ മോയ്സ്ചറൈസറാണ്, ബോഡി ലോഷനാണ്. ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യൽ കുറവാണ്. ഞാൻ കയ്യിലും കാലിലും മേത്തൊക്കെയാണ് അപ്ലൈ ചെയ്യാറ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര എന്താണ്, ഒരു സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് വീഡിയോയിൽ പോകും. അപ്പം ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. വേണമെങ്കിൽ നമുക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തത് ഇതാണ്. പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഒരു SPF ആണ്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് SPF. നമ്മൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു SPF യൂസ് ചെയ്തില്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു SPF എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത് വരുന്ന SPF എന്ന് പറയുന്നത് ഇതാണ്. അക്വാലോജിക്കയുടെ ഒരു SPF ആണ്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്. പക്ഷേ അടിപൊളിയാണ്. തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിലും ഭയങ്കര ഓയിലി ആക്കുന്നില്ല. പക്ഷെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഇവിടം കണ്ടൊക്കെ നല്ലോണം ഓയിലി ആവട്ടെ. അത് ഓൾറെഡി എൻ്റെ ടീസോണൊക്കെ ഭയങ്കര ഓയിലിയാണ്. അതുകൊണ്ടാണ് ഇതും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് കാര്യം അവസാനിപ്പിക്കാം. പിന്നെ ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഡെർമാക്കോൻ്റെ ഈ ഒരു ലിപ് ബാമാണ്. ഇത് കോജിക് ആസിഡ് ഒക്കെ ഉള്ള ഒരു SPF 30 ഒക്കെ ഉള്ള ഒരു ലിപ് ബാമാണ്.
ഞാനിപ്പോൾ ഇടുന്നില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ് ബാം എന്ന് പറയുന്നത്. പിന്നെ മോയ്സ്ചറൈസർ പറഞ്ഞ് മോയ്സ്ചറൈസർ എന്ന് മാത്രം പറഞ്ഞുള്ളൂ, SPF. അപ്പോൾ ഇതും കൂടി ഇടാട്ടോ. ഇത് ഞാനിപ്പോൾ ഇടുന്നില്ല, പിന്നെ ഇടുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ, എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. ചിലർക്ക് നല്ലോണം വർക്ക് ചെയ്യും, ചിലർക്ക് നല്ലോണം വർക്ക് ചെയ്യണമെന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടാലോ.